പകൽ വെളിച്ചത്തിൽ പോലും പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത നിലയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗത്തിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ ആകുലപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയരെ, വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം മറ്റ് ഏത് കാലത്തെക്കാളും ഉന്നതമായ നിലയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ തലമുറയെയും കുടുംബങ്ങളെയും ഈ കാലഘട്ടത്തെയും രക്ഷിക്കുവാൻ പോലീസ് സ്റ്റേഷനുകൾക്കോ കോടതികൾക്കോ റീ അഡിക്ഷൻ സെന്ററുകൾക്കോ മതത്തിനോ ലോകത്തിലുള്ള ഇസങ്ങൾക്കോ ഒന്നും കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. നമുക്കറിയാം, കിങ് ബീഡിയിലോ കാജ ബീഡിയിലോ കോളേജ് ക്യാമ്പസുകളിലോ ആളൊഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇടങ്ങളിൽ ജീവിതത്തിൻ്റെ യൗവനത്തിൻ്റെ പ്രവേശത്തിൽ ആരംഭിക്കുന്ന ചെറിയ നിലയിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഞാൻ ഈ കാര്യങ്ങൾ എണ്ണി ഓർപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം ആനുകാലികമായ വാർത്തകളും അതുപോലെ തന്നെ സംഭവങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. ഒന്നിനു പിറകെ ഒന്നായി കൂൺമുളയ്ക്കുന്നത് പോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മളുടെ മനസ്സാക്ഷിയെ തകർത്ത് കളയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികം നാളൊന്നുമായില്ല, ജൂൺ മാസം 27-ാം തീയതി രാത്രി നമ്മുടെ കൊച്ചു കേരളക്കരയെ നടുക്കിക്കൊണ്ട് പ്രഭാതമായൊരു കൊലപാതകം നടക്കുവാനിടയായി തീർന്നു. ഇവിടെയുള്ള സകല അമ്മമാരും ഈ വർത്തമാനം കേട്ടാൽ നെഞ്ചിൽ കൈവയ്ക്കാതെ, ചങ്ക് തകരാതെ നിങ്ങൾക്ക് ആ വാർത്ത കേട്ട് നിൽക്കുവാൻ കഴിയത്തില്ല. 26 വയസ്സുള്ള അരവിന്ദ് എന്ന് പറയുന്ന യൗവനക്കാരനായൊരു സഹോദരൻ അടുത്ത് മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിൽ വന്നിട്ട് സ്വന്തം അമ്മയെ വാക്കത്തിക്ക് വെട്ടിക്കൊല്ലുവാനിടയായി തീർന്നു. വാക്കത്തിക്ക് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് അരവിന്ദ് എന്ന് പറയുന്ന ഈ യൗവനക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കീഴടങ്ങുവാൻ ചെന്നപ്പോൾ അവിടെയുള്ള പോലീസുകാർ ചോദിച്ചു, നീ എന്തിനാ നിന്റെ പെറ്റമ്മയെ ഇത്തരത്തിൽ കോഴിയെ അരിഞ്ഞു വീഴ്ത്തുന്നത് പോലെ കൊല്ലുവാനിടയായി തീർന്നത്? ആ സഹോദരന്റെ മറുപടി കേട്ടാൽ ആരും അന്തം വിട്ടു പോകും. കാരണം വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞു പിണങ്ങിയതാണ്. ഈ മകൻ വാശി പിടിച്ചു കോഴിക്കറി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഇവിടെ മക്കളുള്ള മാതാപിതാക്കളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഒരു കുഞ്ഞ് മാതാപിതാക്കളുടെ കരങ്ങളിൽ കിട്ടിയാൽ അവരെ വളർത്തി വലുതാക്കുന്നത് വരെ അവർക്ക് ഇഷ്ടമുള്ളതും അവരാവശ്യപ്പെടുന്നതുമൊക്കെ വാങ്ങിക്കൊടുക്കാനും പാകം ചെയ്ത് കൊടുക്കാനുമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുകയും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ പകലന്തിയോളം പണിയെടുത്ത് ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്ന ഈ മാതാവിന് അന്ന് ഈ മകൻ ആവശ്യപ്പെടുന്ന സമയത്ത് കോഴിക്കറി വെച്ച് കൊടുക്കുവാൻ കയ്യിൽ രൂപയില്ലാത്തത് കൊണ്ട് ഒരു ഉള്ളിക്കറി വെച്ച് കൊടുക്കുവാനിടയായി തീർന്നു. നിങ്ങൾ ആ വാർത്ത ശ്രദ്ധിച്ചു കാണും. കോഴിയെ അറുത്തു കൊല്ലുന്നത് പോലെ ഈ മകൻ അമ്മയുടെ കഴുത്തരിഞ്ഞ് താഴെയിടുവാനിടയായി തീർന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ലോക്കപ്പിൽ കിടന്ന 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലഹരിയുടെ മാസ്മരിക ലോകത്ത് നിന്ന് പുറത്തു വന്നിട്ട് ഈ യൗവനക്കാരൻ നെഞ്ചത്തിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. ഈ സംഭവം നടക്കുമ്പോൾ തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ ലഹരിയുടെ പിടിയിലായിരുന്നു എന്ന്. പ്രിയരെ, നിങ്ങളൊക്കെ ഈ വാർത്തകൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തവരാണ്. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത യൗവനക്കാരനല്ല. പഠിക്കുന്നതിന് വേണ്ടി BEd കൊണ്ട് അഡ്മിഷൻ എടുത്ത് ചേർത്തു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും
അതിന്റെ ബിസിനസ്സും കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ വെച്ച B.Ed പഠനം ഉപേക്ഷിച്ച വീട്ടിൽ മടങ്ങി വന്ന യൗവനക്കാരനാണ് രാത്രിയിൽ ലഹരിക്ക് അടിമപ്പെട്ട സ്വന്തം അമ്മയെ കോഴിയെ മുറിക്കുന്നത് പോലെ കൊല്ലുവാനിടയായി തീർന്നത്. മദ്യപിച്ചു തുടങ്ങിയവരോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരോ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ ഇടിഞ്ഞാറ് ദേശത്ത് തൊഴുകൈകളോടെ ഞങ്ങൾ പറയാം, മദ്യപാനം ഒരു മനുഷ്യനെയും രക്ഷിച്ചിട്ടില്ല. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു കുടുംബത്തിനും ഒരു തലമുറയ്ക്കും സമാധാനം നൽകി തന്നിട്ടില്ല. ഇത് ജൂൺ മാസം 27-ാം തീയതിയാണ് നടന്നതെങ്കിൽ ജൂൺ മാസം 28-ാം തീയതി എന്ന് പറഞ്ഞാൽ 3 ആഴ്ചകൾ പോലും പിന്നിടുന്നില്ല. 3 ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഈ പറഞ്ഞ കുടുംബങ്ങൾക്കകത്ത് മരണാനന്തര ക്രിയകൾ പോലും അവസാനിച്ചിട്ടില്ല. വെറും 3 ആഴ്ചകൾക്ക് മുൻപ് 28-ാം തീയതിയുള്ള പത്രം നമ്മൾ വായിച്ചപ്പോൾ ഇപ്രകാരമുള്ളൊരു മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്ത നമ്മൾ കേട്ടു. അതും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ കേരളക്കരയുടെ അങ്ങേയറ്റത്ത് കാസർഗോഡായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ലഹരിയുടെ ഉപയോഗത്താൽ ആരോടും സംസാരിക്കാതെ ഡിപ്രഷനിലേക്ക് പ്രവേശിച്ച യൗവനക്കാരനായൊരു സഹോദരൻ ഉറങ്ങിക്കിടന്ന സ്വന്തം അമ്മയെ തീ വച്ചു കൊല്ലുവാനിടയായി തീർന്നു. പ്രിയരെ, ഒന്നല്ല 1000 സംഭവങ്ങൾ എണ്ണി 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 ഇതുപോലെ ഈ വൈകുന്നേരം എനിക്ക് ഇവിടെ നിന്ന് വിശദീകരിക്കുവാൻ കഴിയും. മദ്യവും മയക്കുമരുന്നുകളും മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിവെച്ച ഭയാനകമായ വിപത്തുകൾ, മാരകമായ രോഗങ്ങൾ, കുലപാതകങ്ങൾ, ആത്മഹത്യകൾ, വിവാഹമോചനങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി ഏതെന്ന് ചോദിച്ചാൽ ഏകദേശം മുഴുവൻ കാര്യങ്ങളുടെയും മറുപടി ഒന്നാണ്: മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം ലക്ഷ്യം തെറ്റിയ ഒരു തലമുറയെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം മാറിയതിനനുസരിച്ച് വികസനവും വിദ്യാഭ്യാസവും പുരോഗതിയും ഒക്കെ നമ്മുടെ തലമുറകൾ കൈവരിച്ചു. നമുക്കറിയാം, ഒരു കാലത്ത് ഇടിഞ്ഞാറുകൂടെ യാത്ര ചെയ്തു പോകുന്നവർക്ക് ഇന്നീ കാണുന്നത് പോലെ സുഖ സൗകര്യമായ ഒരു യാത്രാ സൗകര്യം ഇവിടെ ഇല്ലായിരുന്നു. ഇടിഞ്ഞാറ് വന്ന് നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ പുല്ലുമേഞ്ഞതും അതുപോലെ ഓലമേഞ്ഞതുമായ കെട്ടിടങ്ങൾ മാത്രമായിരിക്കും ഈ ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും. അല്ല, കേരളത്തിൽ മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ കാലം മാറി, വിദ്യാഭ്യാസം മാറി, എല്ലാ നിലയിലും നമ്മൾ വികസനവും പുരോഗതിയും ഒക്കെ കൈവരിച്ചു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് അനുദിനം നമ്മൾ കാലുവയ്ക്കുന്നു എന്ന് എന്നെ കേൾക്കുന്നവർക്ക് ഈ നാളുകളിൽ പുറത്തു വരുന്ന വാർത്തകൾ വായിച്ചാൽ അറിയാം. ഓലക്കുടിലുകളിൽ നിന്ന് ഫ്ളാറ്റുകളിലേക്കും സാധാരണ വിദ്യാഭ്യാസത്തിൽ നിന്ന് കമ്പ്യൂട്ടർ കൊണ്ട് എന്തും ചെയ്യുവാൻ കഴിയുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിയെങ്കിലും വാസ്തവത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ തിന്മയിലേക്ക് വലിക്കുന്ന, പാപത്തിലേക്കും ശാപത്തിലേക്കും വലിച്ചിടുന്ന ഏതോ ഒരു ശക്തി പ്രബലമായി കൊണ്ടിരിക്കുന്നു എന്ന ഈ സമൂഹത്തെയും ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുന്നവർക്ക് തിരിച്ചറിയുവാനായി കഴിയും. നമുക്കറിയാം, കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ഒരു കുടുംബ കോടതിയല്ല, പല കുടുംബ കോടതികൾ ഉണ്ടായിട്ട് പോലും ഡൈവോഴ്സിനുള്ള കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. നിങ്ങൾ വായിച്ചു കാണും, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. വിവാഹം കഴിഞ്ഞ് 3 ദിവസമായപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി തന്റെ സ്വന്തം വീട്ടിലേക്ക് ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുവാനിടയായി തീർന്നു. വലിയ കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയായി കാര്യം തിരക്കിയപ്പോഴാ പറഞ്ഞത്, കഴിഞ്ഞ 2 രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഭർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും മാത്രമല്ല MDMA പോലെയുള്ള രാസലഹരിയുടെ പിടിയിലാണ്. പ്രിയരെ, നിശ്ചയമായിട്ടും നമ്മുടെ തലമുറ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം മാനസിക നില തെറ്റി മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുരുഷന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല,
സ്ത്രീകളുടെയും യൗവനക്കാരത്തികളുടെയും ഒക്കെ ജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന്. ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ മനുഷ്യൻ മൃഗത്തെക്കാളും ഗതികെട്ട നിലയിലേക്ക് തരം താണുകൊണ്ടിരിക്കുകയാണ്. അപ്പനെയും അമ്മയെയും രക്തബന്ധങ്ങളെയും സ്വന്തം മക്കളെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയരെ, വിദ്യാഭ്യാസത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ശാസ്ത്രത്തിനും പുരോഗതികൾക്കും മനുഷ്യന്റെ ജീവിതത്തിൽ കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന, ഞങ്ങൾ ഈ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ സന്തോഷത്തോടും ധൈര്യത്തോടും ഈ തലമുറയോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. മാനവരാശിയുടെ കയ്യിൽ പുരണ്ടുപോയ പാപത്തിന്റെയും ശാപത്തിന്റെയും കറയെ കഴുകിക്കളയേണ്ടതിന് 2025 വർഷങ്ങൾക്ക് മുൻപ് ദൈവമായ കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെടുകയും, ആരാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെയും ശാപത്തെയും കഴുകിക്കളഞ്ഞ ഒരു പുതിയ ജീവിതം, ഒരു വിമോചനവും വീണ്ടെടുപ്പും നൽകി കൊടുക്കുവാൻ യേശു കർത്താവിന് കഴിയുമെന്നുള്ള അത്ഭുതകരമായ സന്തോഷത്തിന്റെ സത്വർത്തമാനം ഞങ്ങൾ ഈ ദേശത്ത് അറിയിക്കുകയാണ്. ഇവിടെ ഞങ്ങളോടൊപ്പമുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. അവരുടെ അടുക്കലേക്ക് ചെന്ന് നിന്നിട്ട് അവരോടൊക്കെ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ പറയുവാനായി കഴിയും, പാപത്തിന്റെ പടുകുഴിയിൽ ആണ്ടുകിടന്ന ഒരു പഴയകാല ജീവിതം അവർക്കുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യനും നാട്ടുകാർക്കും സമൂഹത്തിനും മതത്തിനുമൊന്നും രക്ഷിക്കുവാൻ കഴിയാതിരുന്ന ഇടത്ത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസവും ക്രിസ്തു യേശുവിനോടുള്ള പ്രാർത്ഥനയും ജീവിതത്തിൽ സമൂലമായ മാനസാന്തരവും രൂപാന്തരവും മാറ്റവും അവർക്ക് നൽകി കൊടുത്തെങ്കിൽ നിശ്ചയമായിട്ടും ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ട് പാതയോരത്തോ വീടിനകത്തോ സിറ്റ് ഔട്ടിലോ അല്ല യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്തോ ഒക്കെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനായി കഴിയും, മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ക്രിസ്തു യേശുവിന്റെ അടുക്കലേക്ക് ഈ വൈകുന്നേരം നിങ്ങൾ കടന്നു വന്നാൽ നിശ്ചയമായിട്ട് ജീവിതത്തെ സമൂലമായി മാറ്റി ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഈ ലോകത്തിലെ ജീവിതം കഴിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നുള്ള ലോകത്തിലേക്കും വച്ച ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ വിലയേറിയ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ, നിങ്ങളിലേക്ക് കൈമാറുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും, നിങ്ങൾ ആരാണെങ്കിലും, ഉന്നതരാണെങ്കിലും താണവരാണെങ്കിലും, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഇടത്ത്, യേശുവേ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിനൊരു വാക്യമുണ്ട്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ക്രിസ്തു യേശു. മനുഷ്യന്റെ ജീവിതത്തിൽ കയറിക്കൂടിയ ഇരുളിന്റെയും തിന്മയുടെയും പാപത്തിന്റെയും ശക്തികളെ എന്നേക്കുമായി അവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു പുതിയ ജീവിതത്തിന്റെ വഴിയെ തുറന്നു തരുവാൻ, ഒരു പുതിയ ജീവിതം പ്രദാനം ചെയ്യുവാൻ 2025 വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ദൈവമായിരിക്കുന്ന യേശു കർത്താവ് ഈ ലോകത്തിൽ അവതരിക്കുവാനിടയായി തീർന്നു. ബൈബിൾ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് വൈകുന്നേരം ഈ പാട്ടുകളിലൂടെയും ഇവിടെ നടക്കുന്ന സന്ദേശത്തിലൂടെയും യേശുവിനെ കുറിച്ചറിയുവാൻ, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ ഒരു പുസ്തക പാക്കറ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറെ ട്രാക്റ്റുകളുണ്ട്. മാത്രമല്ല അതിനകത്ത് ഒരു ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പുതിയ നിയമത്തിന്റെ കോപ്പിയുണ്ട്. നിങ്ങൾ വാങ്ങുക. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരുന്ന് ആ ട്രാക്റ്റിലും വിശുദ്ധ വേദപുസ്തകത്തിന്റെ കോപ്പിയിലുമുള്ള ആ എഴുതിയിരിക്കുന്ന തിരുവചനം വായിക്കുക. ജീവിതത്തിന് സമൂലമായൊരു മാറ്റം, നന്മ ദൈവം നൽകി തരുമെന്ന് ഉറപ്പോടെ ഞങ്ങൾക്ക് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന്, ഇന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറ്റത്തോടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കൊതിയുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് പേരെ മാറ്റിയ യേശുവിനോട്
ഹൃദയം തുറന്ന് നിങ്ങളായിരിക്കുന്ന ഈ ഇടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായൊരു മാറ്റം ഈ വൈകുന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ മൂടി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് ഈ ശബ്ദവാഹിനിയിലൂടെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തോടെ ആരെങ്കിലും ദൈവസന്നിധിയിൽ അടുത്തു വരുന്നെങ്കിൽ സമൂലമായൊരു മാറ്റവും വിടുതലും ദൈവം അവരുടെ ജീവിതത്തിൽ നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശങ്ങളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഉണർവും മാറ്റവും ദൈവം ഈ ദേശത്ത് അയക്കുന്നത് കൊണ്ട് നന്ദി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് മദ്യവും മയക്കുമരുന്നും സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ വരുത്തി വയ്ക്കുന്ന ഭയാനകമായ വിനാശത്തെ കുറിച്ചാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കയക്കി എറിഞ്ഞൊരു കുടുംബത്തിന്റെ നേർചിത്രം ഒരു തെരുവ് നാടകത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.